ഈശോയുടെ തിരുഹൃദയ വണക്കമാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, യേശുവിൻ്റെ തിരുഹൃദയത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നാം കാണുന്നത് യേശു അനുഭവിച്ച സഹനങ്ങളുടെ ഒരു ഹൃദയമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സഹനമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ആരും തന്നെ സഹനം വേണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും സഹനമില്ലാത്ത ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സഹനം വന്നു ഭവിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, മറ്റുള്ളവർ നമ്മോട് അതിക്രൂരമായി പെരുമാറുന്നത് കൊണ്ടാണ് സഹനം സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ആകണമെന്നില്ല. സാഹചര്യങ്ങൾ നമ്മെ സഹനത്തിലൂടെ കടത്തിവിടുന്നു എന്നതാണ്. അപ്പോൾ നമ്മുടെ സഹനത്തെ ഓർത്ത് വിലപിക്കുമ്പോൾ, യേശുവിൻ്റെ തിരുഹൃദയത്തിന് മുമ്പിൽ നമുക്ക് അണയുമ്പോൾ, യേശുവിൻ്റെ തിരുഹൃദയം ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി സഹിച്ച ഒരു ഹൃദയത്തെക്കുറിച്ചാണ്. യേശുവിന് വേണ്ടി യേശു ഒന്നും തന്നെ സഹിച്ചിട്ടില്ല. യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് വേണ്ടി യേശു ഒന്നും തന്നെയും സഹിച്ചിട്ടില്ല. യേശുവിനെ വളർത്തിയ വളർത്തുപിതാവായ യോസേപ്പ് പിതാവിന് വേണ്ടി യേശു ഒന്നും സഹിച്ചിട്ടില്ല. മറിച്ച് യേശുവിൻ്റെ സഹനം മുഴുവനും മാനവരാശിയായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടായിരുന്നു. നമ്മെ സ്നേഹിക്കുന്നതിന് വേണ്ടി, നമ്മെ ദൈവവുമായി രഞ്ജിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മെ ദൈവസന്നിധിയിലേക്കുള്ള സ്വർഗത്തിൻ്റെ വാതിൽ നമുക്കായി തുറന്നു തരുന്നതിന് വേണ്ടി, നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നതിന് വേണ്ടി ഒക്കെയായിരുന്നു. തിരുഹൃദയത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന നമുക്ക് ആ ഹൃദയം കാണുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം, നമ്മുടെ സഹനം ശരിക്കും ആർക്ക് വേണ്ടി ഉള്ളതാണ്? നമുക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ? രണ്ടാമതായി, യേശു ഇത്രയധികം സഹിക്കുമ്പോൾ നമ്മുടെ സഹനത്തെ യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ യേശുവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുമ്പോൾ സ്വർഗരാജ്യം പ്രാപ്തമായി മാറും എന്ന് ഉറച്ചു വിശ്വസിക്കുക. കാരണം യേശുവിനോടൊത്ത് സഹിക്കുന്നവൻ യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തിരുഹൃദയം നമ്മെ അനുഗ്രഹിക്കട്ടെ. സകല നിക്ഷേപങ്ങളുടെയും ഭണ്ഡാകാരമായ ഈശോയെ, അങ്ങേ ദിവ്യഹൃദയം മുൾമുടി ധരിച്ചതായി ഞാൻ കാണുകയാൽ തളർന്നു ബോധരഹിതനാകാതിരിക്കുന്നതെങ്ങനെ? എൻ്റെ ആയുസ്സും ശരണവും ആശ്വാസവുമായ ഈശോയെ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. എൻ്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾ അങ്ങേ ദിവ്യഹൃദയത്തെ എത്രമാത്രം ദുഃഖിപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായ ഈശോയെ, ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ ഹൃദയ കണ്ണുനീരാൽ എന്നിലുള്ള പാപാശുദ്ധകളെ കഴുകി അങ്ങേ സന്നിധിയിൽ കൃപ ലഭിപ്പാൻ എനിക്ക് ഇടവരുത്തിയരുളേണമേ. ആമേൻ. തിരുഹൃദയ പ്രാർത്ഥന. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളേണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ്റെ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, തിരുഹൃദയ വണക്കമാസത്തിൻ്റെ 24-ാം ദിനത്തിലേക്ക് നമ്മളെ നയിച്ച കർത്താവായ യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിനവും നല്ലൊരു ദിനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനുമായ സർവേശ്വര, അങ്ങേ എത്രയും പ്രിയമുള്ള പ്രിയപുത്രൻ്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റുഹാദീശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന തൻ്റെ പുത്രനായ ഈശോമിശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയരുളയണമേ. മുൾമുടി ധരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ പാപങ്ങളിന്മേൽ മനസ്താപപ്പെടുന്നതിന് കൃപ ചെയ്തരുളയണമേ. ആമേൻ.